റാപ്പർ വേടനെ ചൊല്ലി സംഘപരിവാർ ഇടത്തിൽ ഭിന്നത. വേടനെതിരെയുള്ള വിമർശനത്തിൽ ഐക്കണായി പ്രവർത്തിച്ച സംഘപരിവാർ ഇടങ്ങൾക്ക് നേതൃത്വം നൽകിയ ജനം TV വേടന് വേണ്ടി ഷോ നടത്തുന്നു. പെയ്ഡ് സ്പോൺസർഡ് ഷോയാണ്. റാപ്പർ വേടന്റെ ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ എങ്ങനെ അയാളുടെ പ്രൊമോട്ടർ പ്ലാറ്റ്ഫോമായി? റാപ്പന് വരുമാനവും പരിപാടിയും നൽകാൻ എങ്ങനെ സംഘപരിവാർ ചാനലിന് ധൈര്യം വന്നു? ജനം TV വേടനെ പണം കൊടുത്ത് പരിപാടിക്ക് എത്തുമ്പോൾ എങ്ങനെ ഇയാൾ ജനം TVയുടെ ഭാഗമായി? വൻ വിവാദങ്ങളാണ് വേടൻ ജനം TV പരിപാടിക്ക് എത്തുമ്പോൾ. തീക്കട്ടയിൽ ഉറുമ്പ് അരിക്കുകയാണോ, അതോ ഉറുമ്പിനെ തേടി തീക്കട്ട വരികയാണോ? ചിലപ്പോൾ ജനം TV എന്ന സംഘപരിവാർ ഇടങ്ങൾ നെഞ്ചിലേറ്റുന്ന ഇടത്തിലേക്ക് ഉറുമ്പിൻ കൂട്ടിൽ വേടൻ എന്ന തീക്കട്ട എത്തുകയാണ്. BJP, VHP, RSS നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നു. നമുക്ക് ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ സജീവമായ BJP വക്താവ് ഷാബു പ്രസാദിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. കർമ്മ ജനം TVക്കെതിരെ പറയുന്ന കാര്യങ്ങളല്ല ഈ വാർത്ത, മറിച്ച് സംഘപരിവാരം നെഞ്ചിലേറ്റുന്ന ചാനലിന്റെ ഇടങ്ങളാണ് ജനം TVയെ വിമർശിച്ചിരിക്കുന്നത്. ഷാബു പ്രസാദിന്റെ പോസ്റ്റ് വായിക്കാം. ഈ പോസ്റ്റർ കണ്ടിട്ട് കേരള സർക്കാരോ സുഡാപ്പികളോ കമ്മികളോ നടത്തുന്ന പരിപാടിയാണ് എന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങൾക്ക് തെറ്റി, ഞെട്ടരുത്. ജനം TVയുടെ സഹകരണത്തോടെ കേരളത്തിൽ നിന്നുള്ള ചില സ്വാധീന ശക്തികളുടെ ശുപാർശയിൽ കേന്ദ്ര സർക്കാർ സ്പോൺസർഷിപ്പോടെ ദില്ലിയിൽ നടക്കാൻ പോകുന്ന പരിപാടിയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കഴിഞ്ഞ 2-3 കൊല്ലമായി ഞാൻ പോകാത്ത ഒരേ ഒരു ചാനൽ ജനം മാത്രമാണ്. അബദ്ധത്തിൽ പോലും കാണാത്തതും ജനം തന്നെ. അവരെന്നെ വിളിക്കാറില്ല. ഏതോ വലിയവന്മാരുടെ തിട്ടൂരമുണ്ട് എന്നാണ് അറിഞ്ഞത്. ഷാബുവിനെ വിളിക്കരുത് എന്ന്. എന്തായാലും ആ ഉപകാരത്തിന് വലിയ നന്ദിയുണ്ട്. ഈ ചാനലിന് വേണ്ടി കടം വാങ്ങിയും ഭൂമി വിറ്റും പണയം വെച്ചുമൊക്കെ കാശ് കൊടുത്തവർ ഇപ്പോൾ ആരായി? അവർ ആരായാലും ഇതൊക്കെ ചെയ്യുന്നവന്മാർക്ക് ഒരു ചുക്കുമില്ല. എന്താന്ന് വെച്ചാൽ അതങ്ങനെ നാണം കെട്ടവന്മാർ. ഇതിൽ ജനം TVയുടെ പേരില്ലല്ലോ എന്നൊന്നും വ്യാകുലപ്പെടേണ്ട. അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതാണ്. ഭാരവാഹി ലിസ്റ്റും ചുമതലകൾ തീരുമാനിക്കുമ്പോഴും അതിൽ ഞാൻ ഉണ്ടാവുമോ എന്ന ഒരു ടെൻഷനും ഇല്ലാത്തതുകൊണ്ടും ശരിയെന്ന് തോന്നുന്നത് വിളിച്ചു പറയാൻ മടിക്കേണ്ടതില്ല എന്ന് ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചതുകൊണ്ടും ആരെയും ഭയക്കാതെ പറയാം. ഞാനൊരു സ്വയം സേവകനല്ല എന്ന് പറയാൻ സർസംഘ് ചാലകന് പോലും കഴിയില്ല. എൻ്റെ സ്വയം സേവകത്വത്തിന് ആരുടെയും സർട്ടിഫിക്കറ്റും വേണ്ട. ഇങ്ങനെയാണ് BJP വക്താവിന്റെ പ്രസ്താവന. എന്തായാലും പല വള്ളത്തിൽ പണത്തിനായി കാലുകൾ ചവിട്ടുമ്പോൾ ഒരു ചാനലിന്റെ ശക്തിയും ധർമ്മവുമാണ് നഷ്ടമാവുക. മുകളിൽ നിൽക്കുന്നവരുടെ തീരുമാനങ്ങൾ പാളുമ്പോൾ അടിത്തറയും വിശ്വാസ്യതയും ഒക്കെയാണ് തകരുക. ജനം TVക്കെതിരെ വൻ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ. അവരുടെ ആളുകളുടെ പോസ്റ്റുകൾക്കടിയിൽ ഉയർന്നു വരുന്നത്. നിലവിൽ ഏറ്റവും പിറകിൽ 8-9 സ്ഥാനത്ത് നിന്ന് മാർക്കറ്റിങ്ങിന് പോലും കഴിയാതെ നിൽക്കുന്ന ചാനലിനെ സഹായിക്കുന്നതും താങ്ങി നിർത്തുന്നതും ചിലവ് നടത്തുന്നതും സംഘപരിവാർ സഹായത്തിൽ മാത്രമാണ്. അപ്പോഴാണ് സംഘപരിവാരത്തിന്റെ ആശയത്തിന്റെ കടക്കൽ കത്തിയുമായി വേടനെ സപ്പോർട്ട് ചെയ്ത നയം വന്നിരിക്കുന്നത്. ഇനി ജനം TVയിലെ മുൻ ജീവനക്കാരന്റെ പോസ്റ്റ് കൂടി വായിക്കാം. 7 വർഷക്കാലം ജനം TVയിൽ ഉണ്ടായിരുന്ന തിരൂർ രവീന്ദ്രന്റെ പോസ്റ്റിങ്ങിനെ ഒന്നുകിൽ ഇത് ഫേക്കാണ്, അല്ലെങ്കിൽ ചില ഫേക്കന്മാർ മാനേജ്മെന്റിന് മുകളിൽ എത്തിയിട്ടുണ്ടാകും. അമരത്തിരിക്കുന്ന ഒരു ബുദ്ധിജീവിയുടെ അപാര ബുദ്ധിയാണ് വേടനെ കൊണ്ടുവരുന്നത് എന്ന് ഒരടക്കം പറച്ചിലുണ്ട്. ഇങ്ങനെ ഒരു പോസ്റ്റർ ഇറങ്ങി 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു പ്രതികരണവും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇല്ലാതിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് സനാതന ധർമ്മത്തിനെതിരെയും രാമനെതിരെയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന വേടന് ഡൽഹിയിൽ അവസരം കൊടുത്ത ജനം TVയുടെ പുതിയ അമരക്കാരോട് 2015 മുതൽ 7 വർഷം പ്രവർത്തിച്ച പ്രസ്ഥാനമെങ്കിലും പറയട്ടെ, നിങ്ങൾ ചെയ്യുന്നത് ഹിന്ദു സമാജത്തോടുള്ള വെല്ലുവിളിയാണ്. ജനം TV തുടങ്ങാൻ ആരംഭത്തിൽ പരിശ്രമിച്ച കഷ്ടപ്പെട്ട ഒരാളെങ്കിലും ഇപ്പോഴത്തെ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും ഈ ഒരു കാര്യത്തെ അനുകൂലിക്കില്ല. പുതിയ അമരക്കാരനോട് സമാജം നേരിടുന്ന ഒരു വെല്ലുവിളി പോലും ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത് എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അറിയാത്തൊരു കാര്യം പറയാം. കെട്ടുതാലി വരെ പണയം വെച്ച് ആടിനെ വിറ്റ് ജനം TVയുടെ ഷെയർ എടുത്ത സാധാരണക്കാരെങ്കിലും ആദർശ ധീരരുടെ പണമായിരുന്നു അതിന്റെ അടിത്തറ. ഒരു കള്ളപ്പണക്കാരന്റെ തട്ടിപ്പുകാരന്റെ 4 അണ പോലും വാങ്ങിയിട്ടില്ലായിരുന്നു. ജനം TVയും അതിലെ പ്രവർത്തകരെയും വഴിയിലെല്ലാം അപമാനിക്കപ്പെടുമ്പോഴും അന്നുള്ളവർക്ക് ഒരു സങ്കടവും ഉണ്ടായിരുന്നില്ല. കാരണം അധാർമികത മാത്രം വിളയാടുന്ന മാധ്യമ സമൂഹത്തിലേക്കുള്ള ധർമ്മത്തിന്റെ ദീപശിഖയാണ് നമ്മുടെ കയ്യിൽ എന്നുള്ള ഉറപ്പായ വിശ്വാസമുണ്ടായിരുന്നു. ധർമ്മോ രക്ഷതി രക്ഷത കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോയിട്ടില്ല. വീണ്ടും പറയുന്നു, ഇങ്ങനെ ഒരു പോസ്റ്റർ ഇറങ്ങി 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു പ്രതികരണവും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇല്ലാതിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ.